ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 24. അവൻ നമ്മെ പുതുക്കുന്നു. ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പേൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. ഒരു ട്രാവലിംഗ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ ഷോൺ സ്ലീപ്പർ ഒരു വിചിത്രമായ ചോദ്യവുമായി മല്ലിട്ടു. ഹോട്ടൽ മുറികളിൽ അവശേഷിക്കുന്ന സോപ്പിന് എന്ത് സംഭവിക്കും? മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദശലക്ഷക്കണക്കിന് സോപ്പ് ബാറുകൾക്ക് പുതിയ ജീവിതം കണ്ടെത്താൻ കഴിയുമെന്ന് സ്ലീപ്പർ വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം ക്ലീൻ ദ വേൾഡ് ആരംഭിച്ചു. അത് 8,000-ത്തിലധികം ഹോട്ടലുകൾ, ക്രൂയിസ് ലൈനുകൾ, റിസോർട്ടുകൾ എന്നിവയെ സഹായിക്കുന്ന ഒരു റീസൈക്ലിംഗ് സംരംഭമായി മാറി. ഉപേക്ഷിക്കപ്പെടുന്ന ദശലക്ഷക്കണക്കിന് കിലോ സോപ്പിനെ അണുവിമുക്തമാക്കിയതും പുതിയതായി വാർത്തെടുത്തതുമായ സോപ്പ് ബാറുകളാക്കി മാറ്റി 100-ലധികം രാജ്യങ്ങളിലെ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്നു. റീസൈക്കിൾ ചെയ്ത ഈ സോപ്പ് എണ്ണമറ്റ രോഗങ്ങളും മരണങ്ങളും തടയാൻ സഹായിക്കുന്നു. സ്ലീപ്പർ പറഞ്ഞതുപോലെ, ഇത് തമാശയാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ ഹോട്ടൽ മുറിയിലെ കൗണ്ടറുകളിലുള്ള ആ ചെറിയ സോപ്പിന് അക്ഷരാർത്ഥത്തിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയും. ഉപയോഗിച്ചതോ വൃത്തികെട്ടതോ ആയ എന്തെങ്കിലും ശേഖരിക്കുന്നതും പുതിയ ജീവൻ നൽകുന്നതും നമ്മുടെ രക്ഷകനായ യേശുവിന്റെ ഏറ്റവും സ്നേഹപൂർവമായ സ്വഭാവമാണ്. ആ വിധത്തിൽ 5000 വരുന്ന ജനക്കൂട്ടത്തിന് 5 ചെറിയ യവത്തപ്പവും 2 ചെറിയ മീനും നൽകിയതിനു ശേഷം യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പേൻ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി എന്ന് തോന്നുമ്പോൾ ദൈവം നമ്മെ കാണുന്നത് പാഴായ ജീവിതങ്ങളായല്ല, മറിച്ച് യേശുവിന്റെ അത്ഭുതങ്ങളായിട്ടാണ്. യേശുവിന്റെ ദൃഷ്ടിയിൽ നാം ഒരിക്കലും എറിഞ്ഞു കളയപ്പെട്ടവരല്ല. പുതിയ രാജ്യ പ്രവർത്തനത്തിനുള്ള ദൈവിക സാധ്യതകൾ നമുക്കുണ്ട്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. എന്താണ് നമ്മളെ പുതിയതാക്കിയത്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു. ചിന്തിക്കുക, നിങ്ങൾക്ക് അല്പമേ മൂല്യമുള്ളെന്ന് നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നിയിട്ടുള്ളത്? എങ്ങനെയാണ് യേശു നിങ്ങൾക്ക് പുതിയ ജീവിതം നൽകിയത്? ദൈവത്തിന് മഹത്വം.